ശ്രീ മുഹമ്മദ് അൻവർ, ഈ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ വനംവകുപ്പ് നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത് അസാധാരണ മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു 2 പേരും. ഞായറാഴ്ച രാത്രി ഇതുപോലെ മറ്റൊരു സംഭവത്തിൽ ഒരു യുവാവ് മരിച്ചതുപോലെ എന്നതായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. ഈ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ വനംവകുപ്പിന് വ്യക്തതയില്ല എന്നാണോ, അതിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നാണോ വനംവകുപ്പിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതായത് സാധാരണഗതിയിൽ വനത്തിനുള്ളിൽ തേനെടുക്കാനും മറ്റ് വനവിഭവങ്ങൾ ശേഖരിക്കാനും വേണ്ടി ആദിവാസികൾ വനത്തിലേക്ക് പോവുകയും കുടിൽ കെട്ടിയും മറ്റും താമസിക്കുകയും ദിവസങ്ങളോളം താമസിക്കുകയും വനവിഭവങ്ങൾ ശേഖരിക്കുകയും തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് അത് വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീസണാണ്. വനവിഭവ ശേഖരണത്തെ സംബന്ധിച്ചിടത്തോളം പീക്ക് സീസണാണ്. അപ്പോൾ ഈ സീസണിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആദിവാസി സഹോദരങ്ങൾ വനത്തിനുള്ളിൽ പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന സമയമാണ്. ആദിവാസി അതിരപ്പള്ളിയിൽ സംഭവിച്ച വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ഒരു സതീഷ് എന്നു പേരുള്ള ഒരു സഹോദരനും അംബിക എന്നു പേരുള്ളൊരു സഹോദരിയും അവർ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ വനംവകുപ്പ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ് ചെയ്തത്. ആ അറിയിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തുകയും സതീഷിനെ മരണപ്പെട്ട നിലയിൽ വനത്തിൽ കാണപ്പെടുകയും അതിന് അടുത്ത് തന്നെ പരിശോധന നടത്തിയപ്പോഴേക്കും പുഴയിൽ അംബിക എന്ന സഹോദരിയുടെ മൃതദേഹം കാണപ്പെടുകയും ചെയ്തു. ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുകയും ഇൻക്വസ്റ്റ് നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയി ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ സതീഷ് എന്ന സഹോദരൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴേക്കും അത് ആനയുടെ ചവിട്ടേറ്റുള്ള മരണമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് അംബികയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആനയുടെ അറ്റാക്ക് ഉള്ളതായിട്ടുള്ളൊരു പ്രാഥമികമായിട്ടുള്ളൊരു നിരീക്ഷണമൊന്നും അതിൽ കാണപ്പെടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ആനയെ കണ്ടിട്ട് ഭയന്ന് ഓടിയിട്ട് പുഴയിൽ വീണിട്ടോ മറ്റോ ഉണ്ടായ അപകടമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത്തരത്തിലാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ എന്ന് മനസ്സിലാകുന്നത്. ശരി, മനസ്സിലായി. ശ്രീ മുഹമ്മദ് അൻവർ, ഈ കാട്ടാന ആക്രമണത്തിലെ മരണം എന്ന് പറയുമ്പോൾ കാട്ടാന നേരിട്ട് വന്ന് കാട്ടാന ആക്രമിച്ച് ഉണ്ടാകുന്ന മരണം അങ്ങനെയാണ് വനം വകുപ്പ് കാണുക. അതല്ലാതെ ഈ രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞത് തേൻ ശേഖരിക്കാൻ വേണ്ടി പോയതാണ്, 2 ദിവസമായി അവിടെ കുടിൽ കെട്ടി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ മരിച്ചത് ഇതുപോലെ തേൻ ശേഖരിച്ച് മടങ്ങും വഴി കാട്ടാനയുടെ ആക്രമണത്തിലാണ്. സെബാസ്റ്റ്യൻ മരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ കാട്ടാനയെ കണ്ട് ഭയന്നോടി ചിതറി ഓടിയവരുടെ കൂട്ടത്തിൽ പ്രാണരക്ഷാർത്ഥം പുഴയിലേക്ക് എടുത്തു ചാടിയാണ് അംബികയുടെ മരണം ഉണ്ടായതെങ്കിൽ അത് കാട്ടാന ആക്രമണത്തിലെ മരണമായി കണക്കാക്കില്ലേ? അങ്ങനെയാണോ അതിൻ്റെ രീതി? തീർച്ചയായും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടുണ്ടായ ഒരു അപകടമായി തന്നെയാണ് വനംവകുപ്പ് ഇതിനെ മനസ്സിലാക്കുന്നതും നോക്കിക്കാണുന്നതും. കാട്ടാനകൾ മൂലമോ അല്ലെങ്കിൽ മറ്റ് വന്യജീവികൾ മൂലമോ ഉള്ള അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പരമാവധി ശ്രമങ്ങൾ വനംവകുപ്പ് നൽകുന്നുമുണ്ട്, വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. കാട്ടാനയുടെ ആക്രമണം എന്ന് പറയുമ്പോൾ ഇത് ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഇന്നലെ നടന്ന സംഭവം അത് വനപ്രദേശത്ത് വെച്ചിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് അടുത്ത് ഏറ്റവും അടുത്തുള്ള ജനവാസ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ജനവാസ മേഖലകളിലേക്ക് വനത്തിൽ നിന്ന് വന്യജീവികൾ പ്രവേശിക്കാതെ പരമാവധി നമ്മൾ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോളാർ ഫെൻസിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫങ്ഷണലാക്കിയിട്ടുണ്ട്. അതായത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ ആയി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സീസണിന് മുന്നോടിയായിട്ട് തന്നെ വളരെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തനരഹിതമായിട്ടുള്ള ഇത്തരം സോളാർ ഫെൻസിങ്ങോ അതുപോലെ മറ്റ് നിർമ്മിതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കുകയും അത് പ്രവർത്തനക്ഷമമാണെന്ന് ദിനേന ഒന്നോണം അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും നമ്മുടെ സേവന സന്നദ്ധമായിട്ടുള്ള കൺട്രോൾ റൂമുകൾ എല്ലാ ഡിവിഷനുകളിലുമുണ്ട്, ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ആ വനത്തോട് ചേർന്ന് താമസിക്കുന്നതോ അല്ലെങ്കിൽ വനത്തിലുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരോ ആർക്ക് വേണമെങ്കിലും ഇത്തരം എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടേക്ക് വിളിച്ചറിയിക്കുകയും അത്തരം അലേർട്ട് മെസ്സേജുകൾ ആ പരിസരവാസികൾക്കും അതുപോലെ അതുവഴി പാസ് ചെയ്യുന്ന യാത്രക്കാർക്കുമൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതുപോലെ ബാരിയേഴ്സൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. വന അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് വനപാലകർ 24 മണിക്കൂറും തന്നെ വിവിധ RRTകളുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള സ്റ്റാഫൊക്കെ വാഹനങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും നിരന്തരം പട്രോളിംഗ് നടത്തുന്നുണ്ട്.
മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആന പാസ് ചെയ്യാനും അല്ലെങ്കിൽ മൃഗങ്ങൾ ക്രോസ് ചെയ്യാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത്തരം സംവിധാനങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വനവാസികളായ അല്ലെങ്കിൽ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളെ വനത്തിനുള്ളിലേക്ക് പോകാൻ പാടില്ല എന്ന് നമുക്കൊരു തരത്തിലും നമുക്ക് തടയാനോ ഒന്നും സാധിക്കുകയില്ല. അവർ വനത്തിലേക്ക് പോകുന്ന സീസണാണ്. എന്നിരുന്നാൽ തന്നെയും പരമാവധി മുൻകരുതലുകൾ പാലിക്കണമെന്നും വനത്തിൽ പലയിടത്തും നമുക്ക് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് തന്നെ പുറം ലോകത്തെ അറിയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെറ്റ്വർക്ക് കവറേജൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സ്റ്റാഫ് വനത്തിനുള്ളിലേക്ക് പോകുന്ന സ്റ്റാഫിന് തന്നെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസമൊക്കെ ആയിരിക്കും പുറം ലോകം അറിയുക. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കണക്ടിവിറ്റി ഇഷ്യൂസൊക്കെ വനപ്രദേശത്തെ സംബന്ധിച്ചുണ്ട്. ഇവർ ഈ ആദിവാസി സഹോദരങ്ങളൊക്കെ പലപ്പോഴും വനത്തിലേക്ക് തേൻ ശേഖരിക്കാനും മറ്റ് വനവിഭവങ്ങൾ ശേഖരിക്കാനും ഒക്കെ പോകുന്നത് വനാതിർത്തിയോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ കുറച്ച് ഉൾപ്രദേശങ്ങളായിരിക്കും. അവർ സ്ഥിരം ആയിട്ട് ഈ പത്തിരിപ്പൂവോ അല്ലെങ്കിൽ തേനോ അങ്ങനെയുള്ള കുന്തിരിക്കമോ ഒക്കെ അവർ സ്ഥിരമായി ശേഖരിക്കുന്ന പ്രദേശങ്ങളുണ്ടാവും. അത്തരം പ്രദേശങ്ങളിലേക്ക് അവർ ചിലപ്പോൾ ചെറിയ ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ 3, 4, 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ ശേഖരണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. ഇതിനിടയ്ക്ക് ചിലപ്പോൾ കണക്ടിവിറ്റി ഇഷ്യൂസൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പുറം ലോകം ഇക്കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അറിയാനൊക്കെ അതിൻ്റെതായ കാലതാമസം ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള എന്ന നിലയിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ കണ്ണൂർ ആറളം ഫാമിലാണെങ്കിലും അതല്ലെങ്കിൽ ഈ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലകളിലാണെങ്കിലും അതല്ലെങ്കിൽ വയനാട് പോലെയുള്ള ജില്ലകളിൽ വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലായാലും ഒക്കെ അവിടെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് കടുവ ആക്രമണ ഭീതിയിൽ കഴിയുന്നു, കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിയുന്നു, അല്ലെങ്കിൽ കാട്ടുപന്നി ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ, ഇതൊക്കെ മരണത്തിലേക്ക് എത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ ദിനേന എന്നോണം വർദ്ധിച്ചു വരുന്നത് കാണുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ ആദ്യം തന്നെ തിരിയുന്നത് അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. പലയിടങ്ങളിലും നേരിട്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവരിൽ പലരും പറയുന്നത് കാര്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് നമുക്ക് കൊടുക്കാൻ കഴിയും. വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. AI സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വളരെ പ്രൊമിനൻ്റായി വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന സെൻസർ സംവിധാനങ്ങളുണ്ട്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, അതേപോലെ ഓട്ടോമേഷൻസ് ഉണ്ട്. ഇങ്ങനെ ധാരാളം സംവിധാനങ്ങൾ നമുക്ക് സാങ്കേതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അതേപോലെ വലിയ അലാം കേൾപ്പിച്ചുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് മാറ്റാൻ കഴിയും. ഇത്തരം സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വനംവകുപ്പിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയല്ലെങ്കിൽ ഈ മനുഷ്യർ കുരുതി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? എന്താണ് വനംവകുപ്പിന് മുന്നിലുള്ള വെല്ലുവിളികൾ? എന്ത് കുറവുകളാണ് വനംവകുപ്പിന് പ്രവർത്തന സജ്ജമായി ഇരിക്കുന്നതിന് ഉള്ളത്? വെല്ലുവിളികൾ പലപ്പോഴും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ്. അതായത് ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നിരീക്ഷണ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ടൈഗർ വനത്തോട് ചേർന്നുള്ള കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇറങ്ങിയതായിരിക്കും. ആ ടൈഗറിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കും. ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 സെൻറ്റ് ഓപ്പൺ ഏരിയ ഉണ്ടെങ്കിലാണ് അതിനെ ഫലപ്രദമായിട്ട് പറത്തി മുകളിലേക്ക് വിടാനും അത് 100 മീറ്ററോ അല്ലെങ്കിൽ 200 മീറ്ററോ ഹൈറ്റ് എത്തിയിട്ട് പരമാവധി 2 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിന് അത്ര ഒരു ദൂരത്തേക്ക് എത്തിയിട്ട് ആ ജീവിയുടെ സാന്നിധ്യം എവിടെയാണെന്ന് നിരീക്ഷിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇടതൂർന്ന് മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സിലെ ഇത്തരത്തിലുള്ള ഒരു വനപ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഡ്രോൺ ഈവൻ പറത്താൻ പോലും ചിലപ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്ക് സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. പിന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള സംഗതികളായാൽ പോലും സംവിധാനങ്ങളായാൽ പോലും അതിന് പലതിനും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വനാതിർത്തിയോട് ചേർന്നിട്ടും ഒക്കെ അത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ തയ്യാറാക്കി വയ്ക്കുമ്പോഴേക്കും അവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ചിലപ്പോൾ ഒരു പ്രതിബന്ധം ആവാറുണ്ട്. കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. പല ഡിവൈസസും അല്ലെങ്കിൽ പല ടെക്നോളജിയും വർക്ക് ചെയ്യുന്നത് ആ ഒരു കണക്ടിവിറ്റി പ്രോപ്പറായിട്ട് ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് പലപ്പോഴും വനപാലകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപ്രദേശത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും വളരെ പരിമിതമാണ് എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ RRT അതുപോലെ റാപ്പിഡ് റെസ്പോൺസ് ടീംസ് അതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരമാവധി നേരിട്ട് നമ്മൾ നിരീക്ഷിക്കുകയും അതുപോലെ മെസ്സേജസ് നമ്മൾ പാസ് ചെയ്യുകയും വാട്സാപ്പ് വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങൾ കണക്ടിവിറ്റി ഇഷ്യൂസ് മൂലം വാട്സാപ്പ് സംവിധാനം പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ SMS മുഖേനയും അല്ലെങ്കിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് അനൗൺസ്മെൻറ്റ് നടത്തിയും ഒക്കെ നമ്മൾ പ്രദേശവാസികളെ അലർട്ട് ചെയ്യാറുണ്ട്. ഇത്തരം പരമാവധി
അഡ്വാൻസായി തന്നെ മെസ്സേജുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയും ആ ഒരു അനിഷ്ട സംഭവങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാറുണ്ട്.